സഹകരണ മേഖല കള്ളപ്രചരണങ്ങളെ അവഗണിച്ച് കുതിച്ചുകയറ്റം നടത്തുകയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അധ്യാപക സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മല്ലപ്പള്ളി ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സഹകരണ മേഖലയിൽ ഒരു മാസം കൊണ്ട് 9,000 കോടി നിക്ഷേപം ഉദ്ദേശിച്ച് നടത്തിയ നിക്ഷേപ സമാഹരണം 20 ദിവസം കൊണ്ട് 10,066 കോടി രൂപ കഴിഞ്ഞു എന്നും ഏതെല്ലാം തലത്തിലുള്ള പ്രചരണ വേലകൾ നടന്നാലും സഹകരണ മേഖലയെ തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നതിൻ്റെ തെളിവാണിതെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച അധ്യാപക സഹകരണ ബാങ്കിന്റെ മല്ലപ്പള്ളി ശാഖയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നമ്മൾ ഈ ഒരു മാസം കൊണ്ട് 9,000 കോടി രൂപയാണ് നിക്ഷേപം ലക്ഷ്യമിട്ടിരുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ 20 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ 10,066 കോടി രൂപ നിക്ഷേപം വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ സഹകരണ മേഖലയുടെ ഏതെല്ലാം തരത്തിലുള്ള പ്രചാരവേലകളും അതേപോലെ തന്നെ ഇതിനെതിരെയുള്ള അട്ടിമറി പ്രവർത്തനങ്ങളൊക്കെ വന്നാലും ഈ മേഖലയെ ആർക്കും തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഇപ്പോൾ നമ്മൾ ലക്ഷ്യം ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി ഉള്ളപ്പോൾ തന്നെ 10,000 കോടി കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് സൂചിപ്പിക്കുന്ന ഒരു 12,000 കോടിക്ക് മുകളിലെങ്കിലും വരാൻ കഴിയുമെന്നാണ്. ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ സഹകരണ മേഖലയിൽ ഉണ്ടായപ്പോൾ കാലോചിതമായ നിയമം LDF-ഉം UDF-ഉം കക്ഷി വ്യത്യാസമില്ലാതെ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി നൽകിയിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഒക്കെ വളർന്നു വരുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ടി സഹകരണ വകുപ്പ് ഇന്ന് കാലോചിതമായി നിയമം ഭേദഗതി ചെയ്തിരിക്കും. 56ഓളം ഭേദഗതികളോടുകൂടി സെലക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് ഞങ്ങൾ സമയബന്ധിതമായി സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി LDF-ഉം UDF-ഉം കക്ഷി വ്യത്യാസമില്ലാതെ ഐകണ്ഠേന പാസ്സാക്കി ഗവർണർ മുമ്പിൽ എത്തിച്ചിരിക്കുക. സംസ്ഥാനത്തെ എംപ്ലോയീസ് സഹകരണ സംഘങ്ങൾ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് സഹകരണ തത്വങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും നിക്ഷേപ രംഗത്തും വായ്പാ രംഗത്തും രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യതയും സൂക്ഷ്മതയും സുരക്ഷിതവുമായി മാറാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒട്ടേറെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ല് ഞങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത്. സഹകരണ മേഖല നിക്ഷേപങ്ങൾക്ക് പൂർണ്ണമായി രക്ഷാകവചം തീർക്കുന്ന സുപ്രധാനമായ 2 തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരുന്നു. ഒന്ന്, ഇപ്പോഴത്തെ ബില്ലിൽ തന്നെ സഹകരണ പുനരുദ്ധാരണ നിധി എന്നൊരു ഹെഡുണ്ട്. ഇന്നലത്തെ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിനൊരു ഹെഡ് ഓപ്പൺ ചെയ്ത് ആവശ്യമായ തുക ആദ്യ ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹം നീക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങിൽ മാത്യു ടി തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ നിക്ഷേപം മുൻ MLA ജോസഫ് പുതുശ്ശേരി സ്വീകരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിന്ദു സി, കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ, ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മേരി തോമസ്, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഹിരൺ MP, സഹകരണ ജോയിന്റ് ഡയറക്ടർ ജയശ്രീ R, CPM ഏരിയ സെക്രട്ടറി ബിനു വർഗീസ്, അഭിലാഷ് ചന്ദ്രൻ, CN രാജേഷ്, അനിൽകുമാർ, സെക്രട്ടറി അലക്സ് ഐസക് എന്നിവർ പ്രസംഗിച്ചു. 1972 പുതുശ്ശേരി MGD ഹൈസ്കൂളിലെ ഏതാനും അധ്യാപകർ ചേർന്ന് സ്റ്റാഫ് റൂമിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ ബാങ്ക് 52 വർഷങ്ങൾ കഴിയുമ്പോൾ മല്ലപ്പള്ളി, തിരുവല്ല താലൂക്കുകളും കോഴഞ്ചേരി, ആറന്മുള വിദ്യാഭ്യാസ ഉപജില്ലകളും പ്രവർത്തന മേഖലകളാക്കി മാറ്റി.